അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ജിന്നുകളെക്കുറിച്ചും പിശാചിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് വന്നൊരു കമൻറ്റാണ് നാഗറൂഹാനി, അതെന്താണ്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുമ്പ് പാമ്പുകളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബ്രഹ്മരക്ഷസ്, റൂഹാനി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പൈശാചിക പ്രശ്നങ്ങളാണ്. ഇപ്പം പാമ്പ് എന്ന് പറഞ്ഞാലും അതൊരു പൈശാചിക പ്രശ്നമാണ്. ശരിക്കുള്ള പാമ്പ് നമ്മളതിൽ കറക്റ്റ് നാഗദോഷം എന്നുള്ളതിനെ പറ്റി 2 വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാമ്പുകൾ എന്ന് പറഞ്ഞാൽ 5000-ലധികം പാമ്പുകളുണ്ട്. അതിൽ ഏകദേശം 10-15% വിഷം ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സാധാ പാമ്പുകളാണ്. അപ്പോൾ ഈ പാമ്പുകൾ എങ്ങനെ പിശാചോ അല്ലെങ്കിൽ ജിന്നോ ആവുന്നതെന്ന് വെച്ചാൽ, ഈ പൈശാചികൾക്ക് അല്ലെങ്കിൽ ജിന്നുകൾക്കൊക്കെ രൂപം മാറാൻ വേണ്ടി പറ്റും. അവർക്ക് രൂപമാറ്റം, അതായത് അപ്പോൾ അവർക്ക് രൂപം മാറുമ്പം എളുപ്പത്തിൽ മാറാൻ പറ്റിയൊരു രൂപമാണ് പാമ്പ്. പിന്നെ പാമ്പ് പൊതുവെ ഒളിഞ്ഞു നിൽക്കാൻ ഏതെങ്കിലും ഒരു മാളത്തേക്ക് കയറിയാൽ മതി. പിന്നെ മനുഷ്യന് പൊതുവെ പേടിയുള്ളൊരു കാര്യമാണ് പാമ്പിനെ. അപ്പോൾ ഒട്ടുമിക്ക മനുഷ്യന്മാർക്കും പേടിയുള്ള സാധനമാണ് പാമ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിന്നുകൾക്ക് പെട്ടെന്ന് മനുഷ്യനെ പേടിപ്പിക്കാനാണെങ്കിലും ശരി, മനുഷ്യനിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കാനാണെങ്കിലും ശരി, ഒക്കെ നല്ലതാണ് പാമ്പ്. പിന്നെ പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ കുറിച്ചുള്ള, അപ്പോൾ പാമ്പ് പിന്നെ ദോഷങ്ങൾ, അപ്പോൾ അത് പൈശാചിക ദോഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവ് എനർജി ഉള്ള പ്രശ്നങ്ങളിലാണ് ഈ നാഗദോഷം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പറയുന്നു. അപ്പം നാഗദോഷം എന്നുള്ളത് ഈ പൈശാചിക പ്രശ്നം തന്നെയാണ്. പാമ്പിൻ്റെ ഒരു രൂപം പിശാചി സ്വീകരിക്കും. അതിനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റൂഹാനിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റൂഹാനി എന്ന് പറഞ്ഞാൽ പ്രേതം എന്നുള്ളൊരു സാധനമില്ല, അത് മനുഷ്യൻ്റെ കരീനാണ് നമ്മൾ പറഞ്ഞ്, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പൈശാചിക പ്രശ്നമാണ്. കരീൻ എന്ന് പറയുന്ന ഒരു പിശാചാണ്. മനുഷ്യനിൽ തന്നെയുള്ള മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളും അറിയുന്ന, അതാണ് വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ആണ് റൂഹാനി എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു പൈശാചിക പ്രശ്നമാണ്. ഇനി ഇതിൻ്റെ ഒരു വിഷയം എവിടെയെന്ന് വെച്ചാൽ, ഈ പിശാചി എന്ന് പറഞ്ഞ ഇതിന് ശരിക്ക് മലയാളത്തിൽ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ ദുർദേവത, അല്ലെങ്കിൽ മനുഷ്യന് ദുർബോധം ചെയ്യുന്ന കാര്യത്തിനാണ് പിശാച്. മനുഷ്യന് ദുർബോധം ചെയ്യുക, മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ദുർദേവത അല്ലെങ്കിൽ ദുർബോധം ചെയ്യുക, അതിനാണ് നമ്മൾ പിശാച് എന്ന് പറയുന്നത്. അപ്പം നമ്മളിതിന് കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുട്ടിച്ചാത്തൻ, ചേക്കുട്ടി, ബ്രഹ്മരക്ഷസ്, കരിങ്കുട്ടി, റൂഹാനി, അങ്ങനെ നമ്മളിതിന് കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട്. ബാധ ഒഴിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ. അതേപോലെ ശുദ്രോച്ചാടനം നമുക്ക് പറയാം, എക്സോറിസത്തിന്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആളുകൾ, അപ്പോൾ ഓരോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ പേരുകൾ ഇട്ട് കൊടുക്കും. അതായത് ഓരോന്നിൻ്റെയും ഗ്രാവിറ്റിക്ക് അനുസരിച്ച്, ഇപ്പം കൂടിയ പിശാചിന് കൂടിയ പേര്. നമ്മൾ ബ്രഹ്മരക്ഷസ് പറഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഓരോരുത്തർ ഓരോ പേരുകളിട്ട് വിളിക്കും, അതിൻ്റെ ഓരോ ഗ്രാവിറ്റിക്ക് അനുസരിച്ച്. ഇപ്പോൾ സാധാ പൈശാചിക അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മൾ പറയുന്നതിന് പകരം നമ്മളങ്ങനെയാണ് പറയുക, ഓരോ ഗ്രാവിറ്റി. നിങ്ങൾക്ക് ബ്രഹ്മരക്ഷസ് കൂടിയതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഗ റൂഹാനി കൂടിയതാണ്, കുട്ടിച്ചാത്തൻ കൂടിയതാണ്, അങ്ങനെ രക്ഷസ് കൂടിയതാണ്, അല്ലെങ്കിൽ ചേക്കുട്ടി കൂടിയതാണ്. അങ്ങനെ നമ്മളെ ഉണ്ടല്ലോ ഈ ഭയപ്പെടുത്തുക. ഉച്ചാടനം ചെയ്യുന്നവർക്ക് ഉച്ചാടനം ഭയങ്കര എക്സ്പെൻസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭയങ്കര പേരുകൾ പറയാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ഈ ഇതിനൊക്കെ സേവിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളും ഇതിനോരോ പേര് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പേര്, അല്ലെങ്കിൽ ഇതിനെ ആരാധിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ ഓരോ പേര് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പേരുണ്ടാവുക. ഇപ്പം നാഗറൂഹാനി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭയം, നാഗം, പാമ്പ്, റൂഹാനി, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നാഗറൂഹാനി ആക്കിയിട്ട് തന്നെന്നുള്ളൂ. ഒക്കെ പൈശാചിക പ്രശ്നങ്ങൾക്ക് തന്നെയാണ് ഈ പേരുകൾ പറയുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ പല പേരുകൾ, ഇപ്പോൾ പല നാട്ടിലും പല പേരിട്ട് വിളിക്കും. ഒരാൾ തന്നെ ഇപ്പോൾ നമ്മൾ ചില ബുക്കുകളും ചിലതൊക്കെ വായിച്ചു വന്നാൽ തന്നെ നമുക്ക് ഓരോ പിശാചിനും ഓരോ പേരിട്ടത്. ഇപ്പോൾ നമ്മൾ അറബിയിലാണെങ്കിൽ പല പേരുകളുണ്ട്, ഇഫ്രീത്ത്, അങ്ങനത്തെ പേരുകളൊക്കെ നമ്മൾ ജിന്നിനിട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പലതരം പേരുകളുണ്ട്. പല രാജ്യങ്ങളും അതിന് പലതരം പേരുകൾ ഇട്ടിട്ട്, അതായത് പല ശക്തി കൂടിയത്, ശക്തി കുറഞ്ഞത്, അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഇതിൻ്റെ പേരിൻ്റെ ഒരു കാറ്റഗറി തീരുമാനിക്കുക. അപ്പോൾ ഈ നാഗ റൂഹാനി എന്ന് പറയുന്നത് പുതിയ, അല്ലെങ്കിൽ പിശാജ്, ജിന്ന് എന്നൊക്കെ പറയുന്ന മാതിരി വേറൊരു ഐറ്റം ഒന്നല്ല. ഇത് ഈ പിശാജിൻ്റെ വേറൊരു പേര്. വേറൊരാൾ കുറച്ചും കൂടി ഗ്രാവിറ്റി കൂട്ടിയിട്ട് ഇപ്പോൾ നാഗും റൂഹാനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്
പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ അത് ഓരോരുത്തർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർ വിളിക്കുന്ന പേരാണ്, അല്ലാതെ അതൊരു വേറൊരു ഐറ്റം ഒന്നല്ല, പൈശാചിക പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിന് ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ തന്നെ വീഡിയോയിൽ നമ്മൾ പൈശാചിക പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്, നമുക്ക് പല പേരിൽ നമ്മളതിനെ വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ പൈശാചിക ബാധ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നമുക്ക് കൊള്ളുക, പിശാചി നമ്മുടെ ശരീരത്തിൽ കൂടാം, അല്ലെങ്കിൽ പിശാചിക ശല്യങ്ങൾ ഉണ്ടാവാം, ഒക്കെ നമ്മൾ പലതരം വീഡിയോയിൽ നമ്മളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എക്സോറിസത്തിനെ കുറിച്ച്, അതായത് ബാധ വെപ്പിക്കൽ അല്ലെങ്കിൽ ശുദ്രോച്ചാടനം, ഇതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളിതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഒരുപാട് ആളുകൾ നമ്മളതേപോലെ പൈശാചിക പ്രശ്നങ്ങളും മറ്റതൊക്കെ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന വിഷമിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എല്ലാം അല്ലാഹു പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ. അവരതിൽ നിന്നൊക്കെ മുക്തമായി ഒരു നല്ല ജീവിതത്തിലേക്കും നല്ല ചിന്തകളിലേക്കും നല്ല കാര്യങ്ങളിലേക്കൊക്കെ അവരെത്തട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.